പോലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ രേണുക പറഞ്ഞതുപോലെ ഒരു 2020 ക്രിക്കറ്റ് മത്സരത്തിന്റെ അത്രയും ആവേശത്തിൽ ആണ് ഇപ്പോൾ ആറ്റിങ്ങലിലെ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിർണയത്തിലൂടെ കിട്ടിയ അഡ്വാൻറ്റേജ് ആണ് LDFനെ സംബന്ധിച്ച് ഇത്ര ശക്തമായ ഒരു മത്സരം അവിടെ നടത്താനും ഈ ഒരു പ്രതീക്ഷയെങ്കിലും നിലനിർത്താനും സഹായിക്കുന്നതെന്നാണ് BJPയുടെ മുന്നേറ്റം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും BJP നടത്തുന്ന വലിയ മുന്നേറ്റം. തിരുവനന്തപുരത്ത് ലീഡ് നിലയിൽ 11,000 വോട്ടുകൾക്ക് ഇപ്പോഴും മുന്നിലാണ് രാജീവ് ചന്ദ്രശേഖർ. ആറ്റിങ്ങലിൽ വി മുരളീധരനാകട്ടെ ഈ രണ്ടു സ്ഥാനാർത്ഥികളെക്കാൾ ഏതാണ്ട് 1% മാത്രം വോട്ട് കുറവിലാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് ചേർത്ത് വായിക്കണം. ശോഭാ സുരേന്ദ്രൻ നേടിയ 2,90,000 വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് വോട്ടുകൾ പിടിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ വലിയ പോരാട്ടം ഇവിടെ വി മുരളീധരൻ നടത്തുന്നു. അതാണ് ഇത്ര വലിയ സമാനതകളില്ലാത്ത കൃത്യമാകേണ്ടതുണ്ട്. പക്ഷേ രഞ്ജിത്ത്